ഈ ബ്ലാ സാധനം എന്താണെന്നറിയാമോ? ഈ ജെല്ല് പോണിരിക്കുന്നത്. ഇത് കഞ്ഞിവെള്ളമോ കഞ്ഞിപ്പാടയോ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ലോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ മുടി നല്ല കൊറിയൻ ടൈപ്പ് ഹെയർ ആവാനുള്ള ഒരു സൂപ്പർ ഒരു മാസ്ക് എന്ന് പറയാം. മാസ്കാണ്. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാം കേട്ടോ. എൻ്റെ മുടി ഇതുണ്ട് എൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് പോർഷൻ, ഫ്രണ്ടിൽ മാത്രമല്ല ഉച്ചിക്കും എല്ലാം ഉണ്ട്. എൻ്റെ ഫ്രണ്ടിലേത് ഞാൻ വെട്ടിയിട്ടേക്കുന്നതല്ല കേട്ടോ. വെട്ടിയിട്ട ഇങ്ങനെ ഇത്രയും ഭാഗം അല്ലല്ലോ വരുന്നത്. ഉച്ചിക്കും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ലെയർ കട്ട് വെട്ടിയിടുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ നന്നായിട്ട് നീളം വെച്ച് വന്നിട്ടുണ്ട് എൻ്റെ ഉച്ചിക്കൊന്നും എല്ലാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ എൻ്റേതായ രീതി ഞാൻ കണ്ടുപിടിച്ച് ചെയ്യുന്നതിൽ കൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഓരോ ഇതാണ് ഞാനിതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഞാനൊരിക്കലും പറ്റിക്കാനല്ലാണ്ട് ഞാൻ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. എനിക്ക് കഷണ്ടി ആയെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗത്തെ ഹെയറാണ്. ഇത്രയും ഭാഗത്ത് എനിക്ക് കഷണ്ടി ആയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പം നന്നായിട്ട് ബേബി ഹെയർ വന്ന് അതിന് നീളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു പോർഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പം ഇത് നമുക്ക് നല്ലൊരു ജെല്ലായിട്ടോ അല്ലെങ്കിൽ മാസ്ക് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി ഒരു സൂത്രം ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കുന്ന പോലെയല്ലേ. അപ്പം നമുക്ക് ഇത് നമ്മുടെ തലമുടിയിലും തുമ്പ് വരെയും തേച്ച് പിടിപ്പിക്കാം. ഇതിങ്ങനെ ജെല്ലി പോണക്കിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. മുടി നമുക്ക് സാധാ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആവും കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സമയം കിട്ടത്തുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് മുടി നല്ല കൊറിയൻ ടൈപ്പ് നല്ല സിൽക്കായിട്ട് കിടക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തലയിലും തലയോട്ടിയിലും മുടിയിലും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ എല്ലാ പാക്കുകളായാലും മാസ്ക് ആയാലും എല്ലാം ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമ്മുടെ ഹെയറിനായാലും നമ്മുടെ സ്കിന്നിനായാലും അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി നന്നായിട്ട് കെട്ടി വെക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം. നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. അതിന് പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ ഹെയർ മാസ്ക് ഞാൻ തയ്യാറാക്കാനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ അലോവേര, പ്യൂർ അലോവേരയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഒന്ന് സ്ക്രബ് പോലും ചീപ്പ് വെച്ചിട്ടിങ്ങനെ അതിൻ്റെ മഞ്ഞക്കറയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ. മഞ്ഞക്കറയൊക്കെ കുറേ നേരം എടുത്ത് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചെങ്കിലേ അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോകത്തുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് ചീപ്പ് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ജെല്ലി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കഷ്ണമായിട്ട് കിടക്കും. പിന്നെ ഞാനിതിലേക്ക് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പഴങ്കഞ്ഞിയുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ. അതായത് ഇപ്പം ഇന്ന് വെക്കുന്ന കഞ്ഞിവെള്ളം നാളെ എടുക്കണം. അങ്ങനെ എടുക്കുന്നതിനെയാണ് പഴങ്കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തേൻ എടുത്തിട്ടുണ്ട്. ഇപ്പം തേനില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ തേനങ്ങ് ചേർത്തേക്കുന്നതേ ഉള്ളൂ. തേൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം കുറച്ച് തേനും കൂടെ ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. പറയാതിരിക്കാൻ വയ്യ, മുടി വളരാനും നല്ല സൂപ്പർ ഒരു മാസ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ടാറ്റാ.